Do you want a sword, Thorfinn? A sword is a tool meant to kill. Whose life do you intend to take? Enemies. Bad guys like Halfdan. Listen to me, my son. You don't have enemies. The truth is that nobody has them. Nobody in this entire world deserves to get hurt. വിൻലാൻഡ് സാഗ. പലരും പറയുന്ന കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് ബുക്ക് വായിക്കുകയും പല പല ആൾക്കാരെ കാണുകയും ഒരുപാട് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളത്. പല സത്യങ്ങളും ജീവിതത്തിൻ്റെ പൊരുളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ഇതെല്ലാം ഒരു 48 എപ്പിസോഡിൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു 5% എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ എന്നിലേക്ക് എത്തിച്ച ഒന്നാണ് വിൻലാൻഡ് സാഗ എന്ന് പറയുന്ന ആനിമെ. ഇതിൻ്റെ 2 സീസണേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ 1ാമത്തെ സീസണും 2ാമത്തെ സീസണും നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാക്കി നമുക്ക് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ഫിലോസഫി, മെസ്സേജ്, പേഴ്സ്പെക്റ്റീവ് എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള തോർഫിനാണ്. തോർഫിൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ ഈ യുദ്ധവും ഇതിൽ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെയും അവരുടെ അനുഭവിക്കുന്നതും അവർ ചെയ്യുന്നതുമായിട്ടുള്ള ക്രൂരതകളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ അറ്റാക്ക് ഓൺ ടൈറ്റനും വിൻലാൻഡ് സാഗയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. സോ ഇങ്ങനെയുള്ള 2 ആനിമെ കണ്ടു തീർത്തതിന് ശേഷം എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തോന്നിയത്, വിൻലാൻഡ് സാഗയുടെ മെസ്സേജ് എന്താണ് എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വിൻലാൻഡ് സാഗയിലെ തോർഫിൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ലെസൺസാണ് പറഞ്ഞു തരുന്നത്. എന്താണ് ഈ ജീവിതം, ആ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തെല്ലാം നല്ല നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം, എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കഥാപാത്രം മനസ്സിലാക്കി തരുന്നത്. അറ്റാക്ക് ഓൺ ടൈറ്റൻ ആയാലും വിൻലാൻഡ് സാഗ ആയാലും രണ്ടും പറയുന്ന ടോപ്പിക്കുകൾ ഫ്രീഡം, സൈക്കിൾ ഓഫ് ഹേറ്റ്രഡ്, വാർ, ഇല്യൂഷണൽ പീസ്, ഹാപ്പിനെസ് വിച്ച് വി ഫാൻറ്റസൈസ്, ബ്രൂട്ടാലിറ്റി ദാറ്റ് വി ഇഗ്നോർ, സാഡ്നെസ് ദാറ്റ് വി യൂസ് ടു ഇൻക്രീസ് അവർ ഫ്രസ്ട്രേഷൻ ഫോർ നത്തിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്തിൻ്റെ കണ്ണാടിയാണ് ഈ 2 ആനിമകളും. നമ്മൾ കണ്ടിട്ടും കാണാതെ നടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. ഇപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റ് പേപ്പർ വായിക്കുമ്പോൾ ഒരുപാടധികം മോശം വാർത്തകൾ നമ്മൾ കാണാറുണ്ട്, ഒരുപാടധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്നെങ്കിലും നിങ്ങൾ 1 മിനിറ്റെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടാവുമോ? ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം ആ പേപ്പറിലുള്ളത് നമ്മുടെ ആരുടെയും അല്ല. എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ അത് വായിച്ചിട്ട് ഒരു നിമിഷമെങ്കിലും മൗനത്തോടെ ഇരിക്കും. അതാണ് ബേസിക് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. അതുപോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും അവരുടെ മോട്ടിവേഷൻ എന്താണ്, അവരെങ്ങനെ മനുഷ്യത്വമുള്ള ആൾക്കാരെയും കൂടി ഇല്ലാതാക്കാം എന്നിങ്ങനെ ഒരുപാട് ഫിലോസഫിക്കൽ തോട്ട്സ് പറയുന്ന 2 ആനിമകളാണ് അറ്റാക്ക് ഓൺ ടൈറ്റനും വിൻലാൻഡ് സാഗയും. ഈ ലോകത്ത് നടക്കുന്ന ക്രൂരതകൾ പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു നേരം വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതൊരു സ്ഥലത്ത് അതേ പ്രായത്തിലുള്ളൊരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അച്ഛനും അമ്മയും അടുത്തില്ലാത്തതിൻ്റെ ദുഃഖം ആലോചിച്ച് നീറി ഇരിക്കുന്നുണ്ടാവാം. നമ്മൾ ഇന്നത്തെ ആഹാരം നന്നായിട്ടില്ല എന്ന് നമ്മുടെ അടുത്ത് കുറ്റം പറയുമ്പോൾ അതേസമയം ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവാം. നമ്മൾ രാത്രി ഉറങ്ങാണ്ട് റീൽസും കണ്ടിരിക്കുമ്പോൾ തണുപ്പത്ത് ഒരു റോഡിൻ്റെ അരികത്തോ പ്ലാറ്റ്ഫോമിലോ കിടക്കുന്ന കുട്ടികളുണ്ടാവും. സോ നമ്മളെക്കാളും എന്നും താഴ്ന്ന അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട് എന്നറിയുന്നതാണ് ഏറ്റവും നമ്മൾ മെച്യൂരിറ്റി എത്തുന്ന ഒരു പോയിൻ്റ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ പറ്റും. നമ്മുടെ മനുഷ്യന്മാരുടെ പ്രശ്നം നമ്മളെപ്പോഴും നമ്മളെക്കാൾ ഹയ്യർ ആയിട്ടുള്ളവരുടെ കാര്യങ്ങളാണ് നോക്കുക. അവർക്ക് പുതിയൊരു ഫോണുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂടുതലാണ്, എനിക്കതില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതെന്നല്ലാതെ നമ്മളെക്കാൾ മോശം അവസ്ഥയിൽ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ ശ്രമിക്കുന്നതേ ഇല്ല. സോ ഈ ഒരു ചിന്ത വരുന്നതിലൂടെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ.
ഇപ്പോൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ വേൾഡിലാണെങ്കിൽ ഇറ്റ് ഈസ് കിൽ ഓർ ടു ബി കിൽഡ്. അത് വിൻലാൻഡ് സാഗയിലാണെങ്കിൽ ഒരു എനിമിയെ നമ്മൾ കൊല്ലുന്നത് ഒരു എന്താ പറയുക അഭിമാനമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ആ എനിമിയെ അവർ ഇന്നോ ഇന്നലെയോ കണ്ടതായിരിക്കും. അതായത് പരസ്പരം ഒരു പരിചയമില്ലാത്ത ആരുടെയോ ആജ്ഞയുടെ പുറത്ത് എന്താ പറയുക എനിമിയും ഫ്രണ്ടുമായിട്ട് നമ്മൾ തന്നെ ചിത്രീകരിക്കുകയാണ്. പരസ്പരം തർക്കിക്കുന്നതിന് അവർ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി ഒരു എനിമിയെ ഉണ്ടാക്കി ആ എനിമിയെ കൊല്ലുന്നതിൽ അഭിമാനിക്കുന്ന ഒരു ലോകത്താണ് വിൻലാൻഡ് സാഗയിലെ കഥ നടക്കുന്നത്. ഇതിൽ തോർഫിൻ ഈ ഒരു എന്താ പറയുക ചിന്തകളിലൂടെ തന്നെയാണ് വളർന്നു വരുന്നതും. ഒരു ട്രൂ വാരിയറായിട്ട് മരിക്കുന്നതിലൂടെ വൽഹല്ലയിൽ എത്താമെന്നുള്ള ഒരു ചിന്താഗതിയാണ് അവിടെയുള്ള ആൾക്കാർക്കുള്ളത്. എന്നാൽ തോർഫിന് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തോസാണ്. ഒരു ട്രൂ വാരിയർ എങ്ങനെയായിരിക്കണമെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് തോസാണ്. യുദ്ധത്തിൻ്റെ സത്യങ്ങൾ തോർഫിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു യുദ്ധത്തിൻ്റെ പാത എത്രത്തോളം കഠിനമാണ് എന്നും അതിലൂടെ പോകുന്നതിലൂടെ ആർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നും തോർഫിനെ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും തോർഫിൻ്റെ പ്രായവും എന്താ പറയുക ക്യൂരിയോസിറ്റിയും അതിന് സമ്മതിക്കുന്നില്ല. സോ ജോംസ് വൈക്കിങ്ങിൻ്റെ ഒരു ലീഡറായിരുന്നു തോസ്. സോ അദ്ദേഹം ഒരു കാലഘട്ടത്തോളം യുദ്ധത്തിൽ തന്നെയായിരുന്നു. പല ആൾക്കാരെ കൊന്നും പല സ്വന്തം ആൾക്കാരുടെ മരണവും കണ്ടിട്ട് ഒരുപാടധികം ആടി ഒലഞ്ഞൊരു ജീവിതമാണ് തോസിൻ്റെ. അങ്ങനെ പോയി ഒരു പോയിൻ്റ് എത്തുമ്പോൾ അദ്ദേഹം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളൊരു ചോദ്യത്തിലോട്ട് എത്തുകയാണ്. അങ്ങനെ സ്വന്തം മരണം അവിടെ അവർക്ക് മുമ്പിൽ ഫേക്കായി കാണിച്ച് അദ്ദേഹം തൻ്റെ മക്കളെയും ഭാര്യയും കൂട്ടിയിട്ട് ഐസ്ലാൻഡിലോട്ട് മാറുകയാണ്. സോ അദ്ദേഹം ഇനി ഒരിക്കലും ആ ഒരു പാതയിലേക്ക് പോകരുത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിൻകാലത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്നും ഒരു ബാധ്യതയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കുറയ്ക്കാൻ അദ്ദേഹത്തിനാൽ കഴിയുന്ന എല്ലാം അദ്ദേഹം ചെയ്യുന്നതുമുണ്ട്. ഒരു 5-6 ആട് കൊടുത്തിട്ട് അദ്ദേഹം ഒരു അടിമയെ വാങ്ങുന്നതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അദ്ദേഹം മരിക്കുന്ന ഉറപ്പായിട്ടും അദ്ദേഹം വാങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ശവസംസ്കാരം കൊടുക്കാനും ഒരു കല്ലറ അദ്ദേഹത്തിന് വേണ്ടി വെക്കാനും അദ്ദേഹം തയ്യാറാവുന്നത് അങ്ങനെ ഒരു മരണം പോലും കിട്ടുന്നത് ഒരു ഭാഗ്യമായിട്ട് അദ്ദേഹം കാണുന്നതുകൊണ്ടാണ്. ഇത്ര കാലത്തെ കഷ്ടപ്പാടിൽ നിന്നും ഇനിയെങ്കിലും അദ്ദേഹം സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്നൊരു ചിന്തയായിരിക്കാം അദ്ദേഹത്തിൻ്റെ പുറകിലുള്ളത്. ആദ്യം ഇത് കാണുമ്പോൾ നമുക്കോ അല്ലെങ്കിൽ തോസിൻ്റെ ഫാമിലിക്കോ അത് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന് വേണ്ടി എന്തിനാണ് ഇത്ര ആട് കൊടുത്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ സെക്കൻഡ് സീസണിൻ്റെ ഒരു പോയിൻ്റ് എത്തുന്നതിന് ശേഷം തോർഫിനും എയ്നറും കൂടിയിട്ട് അതേ കല്ലറയിലോട്ട് വന്ന് നിൽക്കുമ്പോൾ തോർഫിൻ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് തൻ്റെ അച്ഛൻ എത്രത്തോളം മികച്ചൊരു വാറിയറായിരുന്നു എന്നുള്ളത്. സോ ഇതൊക്കെയാണ് വിൻലാൻഡ് സാഗയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ഫിലോസഫിയെ നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതല്ല, അത് ആ ഒരു ക്യാരക്ടർ ജേണിയിലൂടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ സീരീസിനെ ഇത്രത്തോളം മികച്ചതാക്കുന്നത്. വിൻലാൻഡ് സാഗയുടെ 1% നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ട്രൂ ഹാപ്പിനെസ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ പണം, പദവി, സ്വത്തുക്കൾ ഇതിൻ്റെ പിന്നാലെയുള്ള ഈ ഒരു ഓട്ടം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ എത്രത്തോളം ആപത്താണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ പറ്റും. ആരുടെയൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ പുറത്താണ് നമ്മൾ ഇന്നലെ കണ്ട ഒരുത്തനെ കൂടി എനിമിയായിട്ട് കാണുന്നത്? ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ അവന് നമ്മുടെ എനിമിയാവാൻ ഒരു കാരണം പോലും ഉണ്ടാവില്ല. സോ ഇത്രയും ക്രൂവലായിട്ടുള്ള ഈ ഒരു വേൾഡിൽ ഈ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ എനിമീസ് ഉള്ളത്. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കീ ലൈഫ് അഡ്വൈസസ് വിൻലാൻഡ് സാഗയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. വിൻലാൻഡ് സാഗയുടെ എന്താ പറയുക 1% മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത്. ഇനി ഒരുപാടധികം കാര്യങ്ങൾ ഈ അനിമയെക്കുറിച്ച് പറയാനുണ്ട്. അത് നമുക്ക് ഭാവിയിൽ പുതിയ ഓരോ വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.